ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് UNAയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് നാടകീയവും വേദനിപ്പിക്കുന്നതും തങ്ങൾ ഉന്നയിച്ച സംശയം സത്യമെന്ന് തോന്നിപ്പിക്കുന്നതുമാണെന്ന് ജൂബിലി മാനേജ്മെന്റും സമരം അവസാനിച്ചുവെന്നും ശമ്പള വർധന നടപ്പിലാക്കാൻ തീരുമാനിച്ചെന്നുമുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും അമല മാനേജ്മെന്റും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ജൂബിലി മിഷൻ ആശുപത്രിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരു മാനേജ്മെന്റുകളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. അമലയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ജീവനക്കാർക്കും നടപ്പാക്കിയ ഇൻക്രിമെന്റുമായി UNA സമരത്തിന് യാതൊരു ബന്ധവുമില്ല. ഏപ്രിൽ 1 ഇറക്കിയ സർക്കുലറാണ് സമരവിജയം എന്ന പേരിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് തൊഴിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയല്ലാതെ മറ്റ് ചർച്ചകളോ തീരുമാനങ്ങളോ അമലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ജൂബിലിയും അമലയും ഒന്നിച്ചുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും മാത്രമേ തയ്യാറുള്ളൂ എന്നും അമല മാനേജ്മെന്റ് അറിയിച്ചു. സമരം 3 മാസം കഴിഞ്ഞ സാഹചര്യത്തിൽ ഇരു ആശുപത്രികളും 200-ൽ പരം നഴ്സുമാരെ വീതം ജോലിക്കെടുത്ത സാഹചര്യത്തിൽ ഇനി തിരിച്ചൊഴിവനുസരിച്ച് മാത്രമേ എടുക്കുകയുള്ളൂ എന്നും മാനേജ്മെന്റുകൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അമലയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തേത് സമരം അവസാനിച്ചിട്ടില്ല, ഇന്നവിടെ ആരും കയറിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. മാത്രമല്ല അവിടെ പറഞ്ഞത് വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ അവിടെ ഈ ദിവസങ്ങളിലൊരു ചർച്ച നടത്തുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ഓഫറുകൾ തരാമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ജൂബിലിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്ന ഏപ്രിൽ മാസം മുതൽ കൊടുത്തത് ഇപ്പോൾ കൊടുത്ത പോലെ അവർ വിശദീകരിക്കുകയാണ്. അത് ഏപ്രിൽ മാസത്ത് നടന്ന ഒരു സംഭവമാണ്. ഏപ്രിൽ 1-ാം തീയതി നമ്മളൊരു പുതിയ സാമ്പത്തിക വർഷത്തിൽ വരാൻ പോകുന്ന ഇൻക്രിമെൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ഞാനത് പറഞ്ഞതാണ്. ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്കൊരു ഇൻക്രിമെൻ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ എല്ലാ നേതാക്കന്മാരോടും സംസാരിച്ചിട്ടുണ്ട്, അവിടെയുള്ള ഇൻചാർജുമാരോടും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തിൽ എല്ലാ സ്റ്റാഫിനും ഒരു ഇൻക്രിമെൻ്റ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 മാസം ആ സാലറി അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ സാലറി മേടിച്ചിട്ടുണ്ട്, മെയ് മാസത്തെ സാലറി വാങ്ങിയിട്ടുണ്ട്, ജൂൺ മാസത്തെ സാലറിയും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊരു തൊഴിൽ സമരം പോലെ തന്നെ തുടങ്ങിയത് ഞങ്ങൾ അങ്ങനെ തന്നെ കണ്ടത്. ഇപ്പോഴും അങ്ങനെ കാണാൻ ഇഷ്ടം. എനിക്ക് തോന്നുന്നു മറ്റ് പ്രതിനിധികളും വന്നിട്ടുണ്ട് ഇവിടെ. ഇത് അതിരൂപത ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എന്നുള്ളത് ഒന്നാമത്തെ. അതിന് നേതൃത്വം കൊടുത്തത് സഭയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ പുറത്ത് നിന്ന 2 വൈദികരെ മുന്നിൽ നിർത്തി സഭയ്ക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അവർക്ക് നഴ്സുമാരായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതുപോലെ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ അതിരൂപത അധ്യക്ഷൻ്റെ മുൻപേ മോശമായി സംസാരിക്കുന്ന ചില ഓൺലൈൻ ആൾക്കാരെ തിരഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയത് നമ്മളല്ല, ഇത് ജൂബിലിയും അല്ല, ഇത് മുറിവേറ്റ ശരിക്കും പറഞ്ഞാൽ വിഷമിക്കുന്ന വിശ്വാസികളുടെ റിയാക്ഷനാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നും ഇതിലില്ല. ജൂബിലി മിഷൻ ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ, CEO ഡോക്ടർ ബെന്നി ജോസഫ്, HR മേധാവി ജോഷി പോൾ, അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ, CEO സൈജു C അടക്കളത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ.